ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പിന്നെ മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, വെയിലിന് നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ എന്തായാലും എന്ത് പറയാനാണ്, അവിൽ മിൽക്കൊക്കെ അതായത് ഷേക്ക് കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെ ഗുൾഫാദി ഗുൾഫ് കടയുടെ പേര് കേട്ടോ. എന്താണ് അവിടെ പ്രത്യേകത എന്നൊക്കെ ഉള്ള ബാക്കി വിശേഷം ഞാൻ അവിടെ പോയിട്ട് പറയുന്നത്. എനിക്കിപ്പോൾ പിന്നെ ഇവിടെ വന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഗുൾഫാദി ഗുൾഫൽ കേട്ടോ കടയുടെ പേര്. അപ്പോൾ അവിൽ മിൽക്ക്, സർബത്ത്, ഷേക്ക്, ജ്യൂസ്, സ്നാക്സ് എല്ലാ ഐറ്റവും ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും എൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇതുവരെ ഇവിടെ കഴിക്കാനായിട്ട് വന്നിട്ടില്ല. എന്തായാലും ഞാനിവിടെ കഴിക്കാനായിട്ട് അകത്ത് പോവുകയാണ്. ഇവിടെ വന്നത് കേട്ടോ. മനസ്സും ശരീരവും ഒക്കെ തണുക്ക. എന്താണ് ഇപ്പോൾ ഞങ്ങൾക്ക് തരാനുള്ളത്? അവിൽ മിൽക്കാണ് സ്പെഷ്യലായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിൽ മിൽക്ക്. അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അവിൽ മിൽക്കാണ് കേട്ടോ. അതെ, അപ്പോൾ പിന്നെ നമ്മുടെ സ്വന്തം ബ്രോയുടെ കടയിലാണ് കേട്ടോ ഈ പഴമാണ് ഇങ്ങനെ ഇട്ട് ഇടിക്കുന്നത്. എന്തായാലും നമ്മുടെ അവിൽ ഷേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഇവിടുത്തെ ടിപ്സ് എന്ന് നമുക്ക് നോക്കാനായിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യണം. പഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് അടുത്ത് നിലക്കടലയാണ് കേട്ടോ, ഈ ഇട്ടത് നിലക്കടലയാണ്. അത് കഴിഞ്ഞതേ ഫ്രൂട്ടിയാണ് റെഡ് കളറിലുള്ള ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് എന്താണെന്ന് അറിയില്ല കേട്ടോ. അതെന്തുവാ? ഈന്തപ്പഴമാണേ. അപ്പോൾ എല്ലാം നല്ല ഐറ്റംസാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിന് കഴിഞ്ഞിട്ട് മധുരത്തിന് വേണ്ടുന്നത് പഞ്ചസാരയാണ്. ഈ പഞ്ചസാര പൊടിയാണ് ഈ ചേർക്കുന്നതെന്ന് തോന്നുക. എന്തായാലും ഒരു ബൂസ്റ്റും കൂടെ കട്ട് ചെയ്ത്, നമ്മുടെ ബ്രോ ഒരു ബൂസ്റ്റും കൂടെ കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവുക. ഒളിയാന്നേ. എന്തായാലും ഞാൻ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അവിൽ ചേർക്കുന്നത്. നമുക്കൊരു ദിവസം എന്തായാലും ഞാനിത് ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും വീട്ടിൽ. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ വൃത്തിയുടെ കാര്യം കേട്ടോ. അടിപൊളിയാണ്. അത്ര നീറ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് മാത്രമല്ല, അടുത്ത അവസാനം ഐസ് കട്ടയാണ് ചേർത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പച്ച പാൽ ഒഴിക്കുന്നുണ്ട്. പാലിന് ശേഷം ഇനി എന്താ ഇതിൽ കൂടെ ചേർക്കുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് കണ്ടു നോക്കാം. നിങ്ങളെപ്പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കുന്ന രീതി അറിയുമോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ കാണുന്നത്. എന്തായാലും ഇനി വീട്ടിലൊരിക്കലും ഞാൻ ഉണ്ടാക്കും, അത് മസ്റ്റായിട്ടുള്ള കാര്യം. എന്തായാലും ഇത് എല്ലാം കൂടെ കൂട്ടിക്കുഴക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഭംഗി തന്നെ നോക്കിക്കുക, അടിപൊളിയാണ് അല്ലേ. അപ്പോൾ എന്ത് പറയാനാ, വൃത്തിയുടെ കാര്യം പറഞ്ഞു തന്നത് അടിപൊളിയാണ് കേട്ടോ. അത്ര നീറ്റായിട്ടുള്ള ഒരു കുഞ്ഞു കടയാണ്. ഇതുവഴി പോവുകയാണെങ്കിൽ കടയിലേട്ടോ ഒന്ന് കയറണം കേട്ടോ. എന്തായാലും ഇതേ അവസാനം ഫൈനലായിട്ട് കുറച്ച് നിലക്കടല, അടുത്ത് ഫ്രൂട്ടി. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫ്ലേവറും കൂടെ ആകുമ്പോൾ പൊളിയാണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ കളറ് കാണുമ്പോൾ തന്നെ നമുക്കറിയാണ്ട് കുടിച്ചു പോകും അല്ലേ. അത് മാത്രമല്ല, ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാതാ. ബ്രോ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എനിക്ക്. അവിൽ മിൽക്ക് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഒത്തിരി സ്ഥലത്ത് ഞാൻ എന്ത് പറയാനാണ് അവിൽ മിൽക്ക് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും കള്ളം പറയുന്നല്ല കേട്ടോ. ഇത് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. കട സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയുക. ഇത് നെല്ലിക്ക ജ്യൂസ് അല്ലേ? നെല്ലിക്ക കാന്താരി സോഡ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് കണ്ണിലും മൂക്കിലും വീഴാണ്ട് സൂക്ഷിക്കാൻ പറയുന്നത്. എരിവുള്ള സാധനവും കൂടെയാണ്. എന്തായാലും ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. കൊള്ളാം കേട്ടോ. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ബിരിയാണി മന്തിയൊക്കെ കഴിച്ച് നമുക്ക് എന്ത് പറയാനാണ്, ദഹിക്കാണ്ടിരുന്ന ഏറ്റവും നല്ല ഒരു എന്താ പറയുക, ദഹിക്കാൻ ഏറ്റവും പറ്റിയ ഒരു സാധനമാണ് നെല്ലിക്ക കാന്താരി ജ്യൂസ് കേട്ടോ. ഇപ്പം കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക. എന്തായാലും എൻ്റെ ഫസ്റ്റ് ടൈമാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ ദഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയാന്നേ. അപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം.
സൂപ്പർ. നല്ല എരിവും ഒരു എന്ത് പറയാനാണ്, ആ നെല്ലിക്കയുടെ ഒരു ഇതും കാന്താരി മുളവിൻ്റെ ഒരു സ്വാദും കൂടെ കത്തിക്ക് പിടിക്കുക കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. പൊളി ഐറ്റം. അപ്പം പിന്നെ ഞാൻ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഗുൽഫാദി ഗുൽഫൻ കടയോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ എന്ത് പറയാനാണ്, അഭിഷേകത്ത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ലാസ്റ്റ് വിളിച്ച പേരെന്തുവാ? നെല്ലിക്ക കാന്താരി സോഡ കേട്ടോ. അത് എന്താണെന്നാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ല. അടിപൊളി ഐറ്റമാണ്. അപ്പം അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പോവുകയാണ് കേട്ടോ. കളി പറയണല്ല. സത്യം പറഞ്ഞ അഭിഷേകമൊക്കെ കുടിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് പുലി വന്നത് കേട്ടോ. ഞങ്ങളുടെ ഇവിടുന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഈ പാലയക്കോണം എന്ന് പറയുന്ന സ്ഥലം, തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ പുലി വന്നെന്ന് പറയണോ. ഞാനിവിടെ അതർ സ്റ്റേറ്റിലെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ലേ? സത്യത്തിൽ അറിഞ്ഞിട്ടില്ല. ഞാൻ കടയിൽ അവിടെ എല്ലാവരും പറഞ്ഞു പുലി വന്നത്. അപ്പോൾ ഞാൻ ഇനി പോകുന്നതും പാലയക്കോണം അല്ലേ. ഞാൻ ചോദിച്ചു പുലി വന്നാ ചേട്ടാ. അപ്പോൾ ഞാൻ പുലി ഇവിടെ നിൽക്കുന്ന പുലിയെ കഴിഞ്ഞ് വേറൊരു പുലി ഉണ്ടോന്നാ ചേട്ടൻ ചോദിക്കുന്നത്. ആണോ? ഇതിന് വലിയ പുലി ഇല്ലെന്ന് പറയുന്നത്. എന്താ ശരിയാണല്ലേ? ആ പുലി ആര് പറഞ്ഞു? ഇപ്പൊ ആര് പറഞ്ഞു? ആണോ? അപ്പൊ പിന്നെ ഞാൻ എന്തായാലും പുലി വന്ന സ്ഥിതിക്ക്, നമ്മുടെ നാട്ടിൽ കാട്ടിൽ നാട്ടിലിറങ്ങിയ സ്ഥിതിക്ക് പുള്ളിയെ കാണാണ്ട് ഞാൻ വീട്ടിൽ പോകത്തില്ല കേട്ടോ. അപ്പൊ പുലിയെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. കൂടെ വന്നോളൂ കേട്ടോ. എന്തായാലും പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, പുലിയെ കാണാനായിട്ട്. അപ്പോൾ ഒരു വണ്ടി ഫോറസ്റ്റ് ഓഫീസറൊക്കെ എത്തിയിട്ടുണ്ട്. സംഭവം എന്തായാലും പുലി ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. വന്നിട്ടുണ്ട് അതറിയാം, പക്ഷെ എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് കുറച്ചുകൂടെ കഴിയട്ടെ കേട്ടോ. ഞാൻ എന്തായാലും പുലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. പുലി മെനിഞ്ഞാന്ന് എവിടെ നിന്നത്? അപ്പുറത്തെ കോവിലല്ലേ, തൊട്ടപ്പുറത്തെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. അവിടെയാണ് പുലി മെനിഞ്ഞാൻ നിന്നത്. ഈ പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും ചേട്ടാ. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് എവിടെ കണ്ടതാ? കണ്ടില്ല. അവരാരും കണ്ടില്ല. ഇന്നലെ എവിടെ? ആണോ? കുറച്ചപ്പുറത്ത് ആറ്റിന്റെ കര. അതെയോ? അപ്പൊ അങ്ങനെയാണ് സംഭവം. ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ച് വന്നതാണല്ലേ വന്നത് അല്ലേ? നമ്മളെ നാട്ടിലും പുലി ഇറങ്ങി കേട്ടോ. പുലി വന്നിട്ടുണ്ട്. എന്തായാലും പുലിയെ കാണാൻ ഞാനൊരു 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാം കേട്ടോ. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ എന്ത് പറയാനാണ്, ഇവിടെ വന്നപ്പോൾ കുറേ പ്രദേശവാസികളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. പുലി വന്നെന്ന് പറഞ്ഞ ആൾക്കാർ ജനങ്ങളൊക്കെ അവിടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും കണ്ടോ, ഏറെക്കുറെ ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസറൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഫോറസ്റ്റിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു പാട്ട് പാടണമെന്ന് തോന്നുന്നു കേട്ടോ. തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പാടണം. കാരണം എന്താണെന്നറിയോ, അതെങ്ങനെയാണ്. അപ്പം ഞാൻ പാടട്ടെ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും എനിക്ക് ഇപ്പം ഒരു പാട്ട് പാടാൻ തോന്നുകയാണ് കേട്ടോ. പുലിയെ നിന്നെ കാണാനായിട്ട് നമ്മൾ എന്തായാലും ഫോറസ്റ്റ് ഓഫീസർ പോയ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും കുറച്ച് ദൂരം വരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം. നിങ്ങളും കൂടെ വന്നോ കേട്ടോ. അങ്ങോട്ട് പോകാമോ? എന്തായാലും ഞാൻ ഈ പുലി വന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രദേശവാസികളായ 2 കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എടാ, സത്യമാണോടാ പുലി വന്നെന്ന് പറയുന്നത്? 2-3 മാമന്മാർ കണ്ടെന്ന് പറഞ്ഞ കേട്ടോ. രാത്രി ഓടി വരുന്നത് കണ്ട്. എടാ, എന്താണ് നമ്മുടെ നാട്ടിൽ ഒരു പുലി വന്നെന്ന് പറഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ മനസ്സിൽ പേടി തോന്നുന്നുണ്ടോ? എന്താണ്? അപ്പൊ കുട്ടികളുടെ അഭിപ്രായം പറഞ്ഞു കേട്ടോ. പേടിയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്, സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട്. വല്ലപ്പൊരിക്കല്ലേ വരുന്നത്. അപ്പൊ സ്ഥിരം വരാൻ പറയണോന്നാണോ? ഇതുവഴി എത്ര ദൂരം പോകാൻ പറ്റും? 500 മീറ്റർ ഉണ്ട് അല്ലേ? കാണാൻ കാഴ്ചകൾ വല്ലതും ഉണ്ടാടോ അതിനകത്ത് കാണാനായിട്ട്? അപ്പൊ എന്തായാലും
താങ്ക് യു കേട്ടോ കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ കണ്ട് കുട്ടിയുടെ എന്ത് പറയാനാണ് അവർ കേട്ടറിവൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇതുവഴിയാണ് പുലിയെ അന്വേഷിച്ച് പോകുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ അവനെ ഒന്നും കാണാൻ പറ്റില്ല, ആൽപ്പാടൊന്നും കാണാൻ പറ്റില്ല, ഒന്നും. അപ്പോൾ എന്തായാലും ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മുടെ എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും ഇവിടെ വന്നിട്ട് ആർക്കും ഒന്നും കാണാൻ പറ്റില്ല എന്നല്ലേ പറയുന്നത് അല്ലേ? ആ അപ്പം എന്ത് പറയാനാണ്, യഥാർത്ഥത്തിൽ വന്നോ എന്താണ് അത് ആ പയ്യൻ കണ്ടതല്ലേ? ഈ വാവിന്റെ 4-5 ദിവസത്തിന് ഗണപതി കോവിലിന്റെ അവിടെ വെച്ച് കണ്ടു. ഇതേപോലെ ഒരു പയ്യൻ 12 മണിക്ക് PSC ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴും അവ ഇതേപോലെ പട്ടികൾ ഇങ്ങനെ വളഞ്ഞിരിക്കണം വന്നപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് ചാടി ആ മതിലിലേക്ക് കയറിയപ്പോൾ അതിന്റെ വാലും കാര്യങ്ങളൊക്കെ അവൻ കണ്ടു. അന്ന് അവരെ അറിയിച്ചു. അന്ന് അവർ വന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് വീട്ടിൽ ആ പയ്യൻ കാണുന്നത്. എന്തായാലും നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് സാറുമാർ പറയുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല, ജനങ്ങൾ ആരും പേടിക്കരുത് എന്നല്ലേ? പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പുലിയെ തേടി അവരെ ഒപ്പത്തിന് ബാക്കിൽ നിന്ന് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. പേടിക്കണ്ട കേട്ടോ. അമ്മയെ കാണിച്ചേ. ഞാൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, എനിക്ക് ഉയിരിന് പേടിയല്ല. ആ പുലി വരൂലെന്നാ, പുലി വന്നിട്ടില്ല, അങ്ങനെ കരുതിയാൽ മാത്രം മതി. അപ്പൊ ഇതാണ് കേട്ടോ, അങ്ങനെ കരുതിയ പേടി വേണ്ട കേട്ടോ. എന്തായാലും വെളിയിൽ ഇറങ്ങാതിരിക്കാൻ ഒക്കൂലല്ലേ, വെളിയിൽ ഇറങ്ങണം. എനിക്ക് അകത്ത് ബാത്റൂം ഒന്നുമില്ല. അപ്പൊ അമ്മ അങ്ങനെയാണ് പറയുന്നത്, അകത്ത് ബാത്റൂം ഇല്ല, പുറത്തിറങ്ങിയാലേ പറ്റുള്ളൂ അല്ലേ? അതെ. എന്നാലും ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് സാറുമാർ വന്ന് പറഞ്ഞിട്ട് പോയത് നിങ്ങൾ പേടിക്കേണ്ട, വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാണ്. അല്ലെ അവർ ഇത് മാത്രമല്ല, ഇപ്പം വിടൂല കാര്യങ്ങൾ, ഇനി അവർ നിരീക്ഷിച്ചോണ്ടേ ഇരിക്കും കാര്യങ്ങൾ. മനസ്സിലായോ? ക്യാമറ ശരി ശരി. അപ്പൊ പിന്നെ ഇത്ര, അതെ അതെ, കുഞ്ഞു വിശേഷം കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്ര തന്നെയാണ് കേട്ടോ.